ആധുനിക ഇന്ത്യ രൂപപ്പെട്ടത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ നിന്നാണെന്ന് മുൻ MP NN കൃഷ്ണദാസ്. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ കോളേജ് യൂണിയൻ സ്റ്റുഡൻസ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു NN കൃഷ്ണദാസ്. ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിലാണ് സ്റ്റുഡന്റ് പാർലമെന്റ് സംഘടിപ്പിച്ചത്. വൈവിധ്യങ്ങളായ സംസ്കാര സമന്വയത്തിലൂടെ മുന്നോട്ടു പോകുന്ന ആധുനിക ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാകില്ലെന്ന് NN കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രവ്യവസ്ഥ, ജനാധിപത്യം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രവ്യവസ്ഥ ജനാധിപത്യ വ്യവസ്ഥയാണ്. അപൂർവ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും രാജവാഴ്ചയുണ്ട്, ചില രാജ്യങ്ങളിൽ പട്ടാളവാഴ്ചയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ചില രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള വാഴ്ചകളുള്ള രാജ്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രവ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്. ഞാൻ നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ കാര്യത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യവും നമ്മുടെ രാഷ്ട്രവും ഒപ്പമാണ് ജനിച്ചത്. കോളേജ് യൂണിയൻ ചെയർമാൻ A. ഗോകുൽ അധ്യക്ഷനായി. കോളേജ് അധ്യാപകരായ പ്രൊഫസർ P. ഹരിദാസ്, N. സത്യഭാമ, യൂണിയൻ ഭാരവാഹികളായ മുഹമ്മദ് സാഹിൽ, അഗ്നിശിഖ, ഹരിഹരൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, SFI ഏരിയ ഭാരവാഹികളായ TR. അമൽദേവ്, മുഹമ്മദ് അഫ്സൽ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.